പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വചന ഹാളിൽ ഇന്നലെ നമ്മളുടെ വൺ ഡേ ശുശ്രൂഷ, അതിൽ പ്രത്യേകിച്ച് വരുന്ന 10 ആഴ്ചകൾ നമ്മൾ പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തലമുറകളൊക്കെ ആയിട്ട് തായ് വഴികളായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ കൃപയിലല്ലാതെയൊക്കെ നമ്മുടെ പൂർവികർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന്. മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരായ നമ്മളുടെ ഒരു വിശുദ്ധീകരണം കൂടി, പ്രത്യേകിച്ച് പല മേഖലകളിലും തടസ്സങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ വരുന്ന കുടുംബങ്ങളിലെ കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രകടമായ വിധത്തിൽ മാറ്റാം. അതുകൊണ്ട് 10 ആഴ്ചകൾ നമ്മൾ ഈ ഒരു ശുശ്രൂഷയായിരിക്കും. നിങ്ങൾ പലർക്കും ഇന്നലെ വരാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും അടുത്ത 9 ആഴ്ചകളിൽ, അപ്പോൾ 1-ാമത്തെ ആഴ്ച ഇന്നലെ കഴിഞ്ഞു, 9 ആഴ്ചകളിലും മുടക്കം കൂടാതെ കുടുംബത്തിന് വേണ്ടി ഒരു മുഴുവൻ ജപമാല ചൊല്ലി, ബുധനാഴ്ച തലേ ദിവസം ചൊല്ലി, വ്യാഴാഴ്ച നേരത്തെ വരണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷകരൊക്കെ നേരത്തെ തന്നെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ 9-10 കൂടി നമ്മൾ പൊതു ശുശ്രൂഷ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ ലേഖനം 10:17. അവിടെ വചനം ഇങ്ങനെ ഈ കുടുംബ വിശദീകരണമൊക്കെ നമ്മൾ ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് അവിടെ വചനം പറയുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു കൃപയാണ്, ഇതൊരു അഭിഷേകമാണ്, ഇതൊരു അനുഗ്രഹമാണ്. കർത്താവെ, ഞങ്ങളുടെ ഈ ദിവസങ്ങളിൽ ഈ 9 ആഴ്ചകൾ, വരുന്ന 9 ആഴ്ചകളിലുള്ള കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷകളിൽ കർത്താവെ, സാധിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ പങ്കെടുക്കാൻ തക്ക വിധത്തിൽ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സകല അന്ധകാര പീഡകളിൽ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വചനത്തിന്റെ അധികാരം വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.